നല്ല വിശപ്പ്. എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചാലോ? ഐസ്ക്രീം ഓർഡർ ചെയ്യാം. നിനക്ക് ഐസ്ക്രീം വേണോ? ഞാൻ ഓഫർ കണ്ടപ്പോഴേ അറിയാതെ അങ്ങ് ഓർഡർ ചെയ്ത് പോയി. പിന്നെ ഞാൻ ആലോചിച്ച് ഞാൻ ഷുഗർ കട്ടാണ്. അപ്പൊ നീ കഴിച്ചോ, നല്ല ഐസ്ക്രീം. ഈ ഒരു ഐസ്ക്രീം നീ ഒരു 30 സെക്കൻഡ്സിൽ കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് 500 രൂപ തരാം. ഐസ്ക്രീം തന്നെ കഴിക്കണോ? ഐസ്ക്രീം തന്നെ കഴിക്കണം. ഈ ഐസ്ക്രീം തന്നെ കഴിക്കണം. അത് കഴിച്ചാലേ 500 രൂപ തരുള്ളൂ. ഒരു 500 കിട്ടൂലേ? ഇന്നെന്റെ ബർത്ത്ഡേ, ഐസ്ക്രീം കഴിക്കണം. അല്ല വിഘ്നേഷ് ചേട്ടാ, എനിക്ക് ഐസ്ക്രീം വേണ്ട. ഞാൻ ഓൾറെഡി 3 കഴിച്ചു. അപ്പൊ ഇതും കൂടെ കഴിക്കുമ്പോഴത്തേക്കും വേണ്ടേ? ഇതിപ്പോ ലാഭമായാലോ. കണ്ടില്ലേ മക്കളെ, ഈ ഐസ്ക്രീം ഞാൻ ആദ്യം കഴിച്ച സമയത്ത് എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് കഴിച്ച സമയത്തും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തേതിൽ നിന്നും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവായിരുന്നു. മൂന്നാമത് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കുറയാൻ വേണ്ടി തുടങ്ങി. കാരണം എനിക്ക് മടുക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ടാണ് നാലാമത് എന്നോട് ഐസ്ക്രീം വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഇതിന് നമ്മൾ എക്കണോമിക്സിൽ വിളിക്കുന്ന ഒരു ടേമാണ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. അതായത് നമ്മൾ എക്സ്ട്രാ ഓരോ യൂണിറ്റ് ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്ടിലിറ്റി ഇങ്ങനെ ഡിമിനിഷ് ആകും. എക്സ്ട്രാ ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ ആണല്ലോ നമ്മൾ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ യൂണിറ്റും നമ്മൾ ഇങ്ങനെ കൺസ്യൂം ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ മാർജിൻ യൂട്ടിലിറ്റി കുറയും. ഇതിനെയാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള കൺസെപ്റ്റ്സ് എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും കാണാം. ഓൾ ദി ബെസ്റ്റ്.